ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് 2 ദിവസത്തെ വിശേഷങ്ങളാണ്. ഇപ്പോൾ വിന്റർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരും ബാർബിക്യൂ ചെയ്യുന്ന ഒരു തിരക്കിലാണ്. ഇപ്പോൾ നമ്മളും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ആ ദിവസം ഫ്രൈഡേ ആണ് വരുന്നത്. അപ്പോൾ ഫ്രൈഡേ നമ്മൾ പൊതുവേ ബിരിയാണി തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ എപ്പോഴും ഒരേ ടൈപ്പിലുള്ള ബിരിയാണി തന്നെയല്ല ഉണ്ടാക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് വേറൊരു ടൈപ്പിൽ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഇത് ഞാൻ റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ഒന്നല്ല, ഞാനൊരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ ടിക്ക ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അത് പെർഫെക്റ്റ് വേയിലൊന്നല്ല ഞാൻ ഉണ്ടാക്കുന്നത്. സാധാ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ട് ചിക്കൻ ടിക്ക ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ദമ്മിടുക ചെയ്യുന്നത്. ഈ ബിരിയാണിയിൽ ഇടുന്ന ചിക്കൻ പീസൊന്നും കുട്ടികൾക്ക് അങ്ങനെ ഇഷ്ടമല്ല, അവരങ്ങനെ കഴിക്കൂല. അവർക്ക് കൂടുതൽ ഇഷ്ടം ഫ്രൈ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് തന്നെ അത് ബിരിയാണി ഉണ്ടാക്കിയാൽ പോരെ എന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാലും അവർക്ക് ഇഷ്ടമല്ല, കാരണം അത് മസാലയിൽ ഇട്ടതല്ലേ. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ സാധാ മസാല ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി, എന്നിട്ട് അതിൽ ചിക്കൻ പീസ് ഇടാണ്ട് അതിൻ്റെ മുകളിൽ റൈസ് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ചിക്കൻ ടിക്ക ഫ്രൈ ചെയ്തത് വെച്ചു. എന്നിട്ടാണ് ഞാനതിന് ദം ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് പെർഫെക്റ്റ് വേയിലൊന്നല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ്, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു മസാലയിൽ ചിക്കൻ ഇട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവറൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷെ അങ്ങനെയല്ല, കുറേ ടൈം ഞാൻ ദമ്മിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് വേറൊരു മെത്തേഡിലാണ്, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ സാധാ ബിരിയാണിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷേ ഞാനൊരു പ്ലാനിങ് ഇല്ലാണ്ട് ചെയ്തുകൊണ്ടാണ് സാധാ ബിരിയാണി വെക്കുന്ന പോലെ ഞാൻ ഉണ്ടാക്കി. പിന്നെ ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ബിരിയാണി എസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്നും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ എസൻസ് ഒന്നും ഒഴിച്ചു കൊടുക്കാറില്ല. പക്ഷേ ഇന്നെന്ന് വെച്ചാൽ നമ്മൾ മസാലയിൽ ചിക്കൻ ഇടുന്നില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റൈസിൽ എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു അരമണിക്കൂർ ഞാനിത് ദമ്മിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ദമ്മായതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കലാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ രാത്രിയായിട്ടോ, രാത്രി ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. നമ്മൾ പിറ്റേ ദിവസം ബാർബിക്യൂ ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ പോകുന്നത് ഫുജേറയിലേക്കാണ്. ഫുജേറയിൽ നമ്മളെ ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ഫാമിലിയും 2 ചിക്കൻ വീതം എടുത്തിട്ടാണ് അങ്ങനെ നമ്മൾ പോകുന്നത്. നമ്മൾ 2 ടൈപ്പ് മസാലയാണ് ഇടുന്നത്, ഒന്ന് തുർക്കിഷും ഒന്ന് ഗ്രീൻ ചിക്കനും. അപ്പോൾ ഗ്രീൻ ചിക്കൻ ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു, തുർക്കിഷ് ഷെബിക്കാക്ക ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഷെബിക്കാക്ക തുർക്കിഷ് മസാല ഇട്ട് വെച്ചതിന് ശേഷം എൻ്റേത് ഞാൻ ഇടാൻ പോവായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മസാലയും ഷെബിക്കാക്ക എന്നെ മാരിനേറ്റ് ചെയ്ത് തരാമെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് അത് ഡിസ്പോസിബിൾ ട്രേയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഷൂട്ട് ചെയ്തതാണിത്. നമ്മൾ രാവിലെ 10:30 തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ, കാരണം തലേ ദിവസം നമ്മൾ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ലേറ്റ് ആയിട്ട് തന്നെയാണ് എണീച്ചത്. അതുകൊണ്ട് പിന്നെ എണീച്ചപാടും വേഗം ഫ്രഷായി റെഡി ആയിട്ട് നമ്മൾ ഇറങ്ങലാണ്. പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്ന സമയത്ത് കുറേ ലേറ്റ് ആവും, കാരണം നമുക്ക് ഒരു സ്കൂളിലും കൂടെ പോകാനുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ അവിടെ ഫുജേറയിൽ വെച്ചിട്ട് കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഇറങ്ങി. ഇനിയിപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റിലാണ്. വെജ്മി എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നല്ല ചായയും അതുപോലെ തന്നെ മസാല ദോശയൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ പോയ ടൈമിൽ ലേറ്റ് ആയിപ്പോയി. അപ്പോൾ മസാല ദോശയൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇവിടുത്തെ മസാല ദോശയും ഉഴുന്നുവടയും നല്ല ടേസ്റ്റാണ്. ബാക്കിയുള്ളതൊന്നും ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് തമിഴ് സ്റ്റൈൽ ഫുഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വേറൊന്നും അങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ ചായയും പഴംപൊരിയും പിന്നെ ഷെബിക്കാക്ക വെജ് പുലാവും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇത് കഴിച്ചിട്ട് നേരെ സ്കൂളിലേക്ക് പോകലാണ്. അങ്ങനെ നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങുമ്പോൾ തന്നെ 12:30 ആയിട്ടുണ്ടായിരുന്നു.
ഇപ്പൊ നമ്മള് ഫുജേറയിലേക്കാണ് പോകുന്നത്. ഷെബിക്കാക്കാന്റെ സിസ്റ്ററിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. പിന്നെ നമ്മളൊരു 2-2:30 ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഫുഡൊക്കെ കഴിച്ചു, പിന്നെ വെറുതെ ഇരുന്ന് സംസാരിച്ചു. അതിനുശേഷം ഒരു വൈകുന്നേരം ആയപ്പോൾ നമ്മൾ വിചാരിച്ചു വെറുതെ ഒന്ന് ഐക്യയിൽ പോവാന്ന്. ഫുജേറയിൽ സിറ്റി സെന്ററിൽ പുതിയതായിട്ട് ഒരു ഐക്യ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ സിറ്റി സെന്ററിലേക്ക് വന്നിട്ടുണ്ട് ഐക്യയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് എടുത്ത എല്ലാ വീഡിയോയും ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല, കാരണം കുറെ ലെങ്ത് ആണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് 2-3 സാധനം വാങ്ങിയിട്ട് പിന്നെ ഇവിടെ തന്നെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്, ഫുഡും പിന്നെ ഐസ്ക്രീം ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോപ്സിക്കിള് വാങ്ങി കഴിച്ചിട്ട് നേരെ പാർക്കിലേക്ക് പോകലാണ്. കൽബ പാർക്കിൽ വെച്ചിട്ടാണ് നമ്മൾ ബാർബിക്യൂ ചൂടാൻ വേണ്ടിയിട്ട് പ്ലാൻ ആക്കിയിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ പാർക്കിൽ എത്തിയിട്ടാണ്. ഇപ്പോൾ വണ്ടിയിൽ നിന്ന് സാധനമൊക്കെ എടുത്തിട്ട് നേരെ പോകലാണ്. നമ്മളൊരു 8:30-9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഈ പാർക്കിൽ വരുന്ന സമയത്ത്. കുറച്ച് ഫാമിലി മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ ആണുങ്ങളെല്ലാം ബാർബിക്യൂ ചെയ്യുന്ന തിരക്കിലായിരുന്നു. നമ്മൾ ലേഡീസ് എല്ലാം ഇങ്ങനെ വട്ടത്തിൽ സംസാരിച്ചിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ റെഡിയായി, എല്ലാവരും കഴിച്ചു. കുറച്ച് ടൈം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മളെല്ലാവരും പോയിട്ടോ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ വിശേഷം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫുജേറയിലെ ഐക്കിന്ന് ഞാൻ 2-3 സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ അതാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. ഈ ഒരു ഫ്രൈങ് പാൻ എനിക്ക് 15 ദിറംസിനാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായത്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായത് ഈ ഒരു വൈറ്റ് കളറിൽ വരുന്ന ബോക്സാണ്. ഇത് ഞാൻ വാങ്ങിയത് ഡ്രോയറിൽ നമ്മൾ എക്സ്ട്രാ വരുന്ന പൊടി ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ലേ പാക്കറ്റിലുള്ളത്, അപ്പോൾ അതൊക്കെ ഇതിൽ വെച്ചിട്ട് ഡ്രോയറിൽ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇത് വരുന്നത് നമ്മുടെ കവർ ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ലേ, ഗാർബേജ് കവറൊക്കെ, അത് ഇതിൽ വെച്ചിട്ട് നമുക്ക് വാളിൽ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ ആക്കിയിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കലാണ്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തും ഇതുപോലെ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലിപ്പുണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ വാളിൽ ഹാങ് ചെയ്യുക. പിന്നെ കവറൊക്കെ അതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഹോളിൽ വെച്ചിട്ട് നമുക്കത് കവർ വലിച്ചെടുക്കാൻ പറ്റും. ഇതിന് 6 ദിറംസ് എങ്ങാനും ആണ് കേട്ടോ ഉണ്ടായത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ മറ്റേ ബോക്സിന് വരുന്നത് 10 ദിറംസ് എങ്ങാനും ആണ്. പിന്നത്തെ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.